പത്രവിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് നമുക്കൊപ്പം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രങ്ങൾ വായിക്കേണ്ട സമയമാണ്. പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഓരോ വാർത്തകളെയും എങ്ങനെയൊക്കെ വിവിധ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു, ഇനി ഇന്നലെ നമ്മൾ കൈകാര്യം ചെയ്തതിലും ഏതെങ്കിലും പത്രങ്ങൾ ഏതെങ്കിലും വാർത്തകൾ വിട്ടുപോയോ എന്നൊക്കെ അറിയേണ്ട സമയമാണ്. നോക്കാം അപ്പോൾ പ്രസ് സ്റ്റോപ്പ്. തീർച്ചയായും സേതു, ഗുഡ് മോർണിംഗ് ഉണ്ട്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷങ്ങളൊക്കെ പ്രേക്ഷകർ മറന്നു വിചാരിക്കുന്നു. പത്രങ്ങളിലേക്ക് കടക്കാമല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ വാർത്തകളിലേക്ക് പോയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ കൊച്ച് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ്. നമുക്കറിയാം, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ദളിത് ആദിവാസി അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എഴുതിയ അക്ഷരങ്ങളുടെ അഗ്നിയായി മാറിയ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇന്നലെ ഈ ലോകത്തോട് വിട പറയുന്നു. ദളിത് ആദിവാസി അവകാശങ്ങൾക്കായി പോരാടിയ ചിന്തകൻ എന്നാണ് മനോരമ പറയുന്നത്. എല്ലാ പത്രങ്ങളും അത് വളരെ വലിയ കാര്യത്തോടു കൂടി തന്നെ ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദളിത് ചിന്തകനും കീഴാള അവകാശ പോരാളിയും എന്നാണ് മാധ്യമം പറയുന്നത്. ഏതാണ്ട് എല്ലാവരും എഡിറ്റോറിയൽ പേജിലേക്ക് കൂടി പോയാൽ അത് നന്നായി തന്നെ ആ വാർത്തയെ കൊടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ കലർന്ന് കിടക്കുന്ന മലയാളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഓർക്കുകയാണ് എല്ലാ പത്രങ്ങളും. വാക്കുകളെ ദളിത് അവകാശങ്ങൾ നേടാനുള്ള ആയുധമാക്കിയ എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ കെ കൊച്ച് വിടവാങ്ങി അല്ലെങ്കിൽ അന്തരിച്ചു എന്നാണ് മാതൃഭൂമി എഴുതുന്നത്. എഡിറ്റോറിയൽ പേജുകളിലേക്ക് പോയാൽ വളരെ വലിയ വിശാല അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മാധ്യമമാണ് കുറച്ചും കൂടി വലുതായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ധീരമായ ധന്യമായ ജീവിതം എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ പേജ് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിട മലയാളത്തിൻ്റെ ജൈവ ബുദ്ധിജീവിക്ക് എന്ന എഡിറ്റോറിയൽ കൂടി എഴുതിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിൽ അത് ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ സണ്ണി എം കപ്പിക്കാടിൻ്റെ ലേഖനമാണ് ധീരമായ ധന്യമായ ജീവിതമെന്ന്. തന്നെത്താൻ കത്തിയ സൂര്യൻ എന്ന് ഡോക്ടർ AK വാസുവിൻ്റെ ഒരു ലേഖനം കൂടി മാധ്യമം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വളരെ വിശദമായി തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ എക്സ്പ്രസ് അത് കെ കൊച്ചു ഹു കാവ്ഡ് നിഷൈൻ ദ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള നോ മോർ എന്നുകൂടി പറയുന്നു. അതായത് മലയാളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ദളിത് മേഖലയിൽ ദളിതരിലേക്ക് അതിനെ കൊണ്ടുപോയത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എഴുതിയ വാക്കുകൾ കൊണ്ട് അഗ്നി പടർത്തിയ ഒരു മനുഷ്യൻ ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത വലിയ കാര്യത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാ പത്രങ്ങളെയും നമുക്ക് അവരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തെ സാർത്ഥകമാകിയ രൂപത്തിൽ തന്നെ അത് അക്ഷരങ്ങളുടെ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലിയും അർപ്പിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കടത്തുരുത്തിലെ വീട്ടിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സേതു, അതാണ് പത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പിന്നെയുള്ളത് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതും ചർച്ച ചെയ്തതുമായ വലിയ വാർത്തകളിലൊന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരമാണ്. അതിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ കേരളത്തിലുള്ള UDF MPമാർ കേരളത്തിനുള്ള വിഹിതം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വലിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നതാണ്. അതിൽ ഇന്നലെ മാധ്യമങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, മനോരമയൊക്കെ വലിയ വാർത്തയായി തന്നെ അതിലേക്ക് കൊണ്ടുവന്നിരുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആ പദ്ധതികളുടെ പേരുകൾ അല്ലെങ്കിൽ അത് ബ്രാൻഡ് ചെയ്യപ്പെടാത്തത് കൊണ്ട് കേരളത്തിന് വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നൊരു വാർത്ത ഇന്നലെ മനോരമ 7-ാം പേജിൽ കൊടുത്ത കാര്യം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടാണ്. തൊഴിലുറപ്പിന് ഉറപ്പില്ല എന്നൊരു വാർത്തയാണ് മാതൃഭൂമി 1-ാം പേജിൽ കൊടുക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക 23,446 കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്. അത് മാതൃഭൂമി 1-ാം പേജിൽ CP ശ്രീഹർഷൻ്റെ ബൈലൈനിലുള്ള വാർത്തയാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതി കൂടി ഇനി പ്രതിസന്ധിയിലാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് ആശാ വർക്കേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ തുടർച്ചയെന്നോണം ഒരു പക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി പ്രതിരോധത്തിലാകുന്നു, പ്രതിസന്ധിയിലാകുന്നു. അവർക്ക് കിട്ടാനുള്ളത്, കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക 23,446 കോടി രൂപയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം നേരിടുന്ന പ്രതിസന്ധിയാണ് 1-ാം പേജിൽ മാതൃഭൂമിയുടെ വാർത്ത. അത് കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശിക കിട്ടാത്തതുകൊണ്ടാണെന്ന് മാതൃഭൂമി ആവർത്തിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര വിഹിതം വൈകുന്നു, പദ്ധതി താളം തെറ്റുന്നുവെന്ന് മഞ്ഞ ജാക്കറ്റ് ഇട്ട് അത് ഒന്നുകൂടി സമർത്ഥിച്ച് പറയുന്നുണ്ട് മാതൃഭൂമി. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ റേഷൻ കടകൾ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സാധാരണക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് റേഷൻ കടകൾ. ആ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും കുറയ്ക്കുന്നതും റേഷൻ വ്യാപാരികൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതും അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ ശുപാർശ വന്നു കഴിഞ്ഞു. അത് മനോരമ 1-ാം പേജിൽ അവരുടെ ഏറ്റവും വലിയ വാർത്തയെ കൊടുത്തിരിക്കുന്നു. അതൊരു പക്ഷേ ഏറ്റവും വലിയ വാർത്തയായി മനോരമ കണ്ടെത്തിയത് നന്നായി എന്ന് വേണം പറയാൻ. മറ്റ് പത്രങ്ങളൊക്കെ
പല പത്രങ്ങളും അത് കണ്ടിട്ടില്ല എന്ന് വേണം കാണാൻ. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കേരളത്തിലെ 4000 റേഷൻ കടകൾ പൂട്ടണം എന്നുള്ളതാണ്. കടകൾ കുറച്ച് കൂടുതൽ വരുമാനം കണ്ടെത്തണം എന്നുള്ളതാണ് സമിതിയുടെ ശുപാർശ. ആ നിർദ്ദേശങ്ങൾ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 13,000 അധികം 14,000-ത്തിനടുത്ത് റേഷൻ കടകളുണ്ട്. അതിൽ 4000 കടകൾ പൂട്ടണമെന്നുള്ളതാണ്. വളരെ വിശദമായിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ കടകൾ പൂട്ടേണ്ടി വരിക. അതായത് ഈ ശുപാർശയിൽ കേരളത്തിൻ്റെ ഒരു റേഷൻ കടകളുടെ അല്ലെങ്കിൽ റേഷൻ കടകളെ അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഇത് കടകൾ പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊരു ഉപജീവന മാർഗ്ഗമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. അത് മാധ്യമവും ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മാധ്യമം അത് വളരെ കുറച്ചും കൂടി സ്പഷ്ടമായി 3893 കടകൾ എന്നുള്ളതാണ്. അത് പൂട്ടേണ്ടി വരുന്ന കടകളുടെ എണ്ണം അങ്ങനെയാണ്. ഒരു കടയിൽ പരമാവധി 800 കാർഡുകൾ മതിയാകും. റേഷൻ കടകൾ 10,000 മാത്രം മതിയാകും എന്നുള്ള വാർത്ത കൂടി. അത് ഒരുപക്ഷേ സംസ്ഥാനത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷൻ കടകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അതിനെ കൂടി വലിയ രൂപത്തിൽ ബാധിക്കുന്നതാകും എന്നാണ്. അത് മാതൃഭൂമി അത് അവരുടെ 5-ാം പേജിലേക്കാണ് ആ വാർത്ത മാറ്റിയിട്ടുള്ളത്. 4000 എന്നുള്ളതാണ് മാതൃഭൂമിയുടെയും കണക്ക്. ഇനി മറ്റൊന്ന് ദേശീയ തലത്തിൽ ഇന്നലെ വലിയ ചർച്ചയായ ഒരു വാർത്തയാണ്. ആ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഭാഷാ സമരം തമിഴ് ത്രിഭാഷാ നയം തമിഴ്നാട്ടിൽ അംഗീകരിക്കില്ല എന്ന് സ്റ്റാലിനും DMKയും പറയുന്നുണ്ട്. അത് ഞാൻ ഈ വാർത്ത നമ്മൾ സംസാരിക്കാനുള്ള കാരണം പ്രതിപക്ഷ പത്രങ്ങൾ, അതായത് ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന പത്രങ്ങൾ എന്ന് പറയുന്നവരൊക്കെ ഒന്നാം പേജിൽ, ആ പത്രങ്ങളെല്ലാം ഞാൻ പേര് പറയുന്നില്ല, ആ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. സ്റ്റാലിൻ്റെ ഭാഷാ സമരത്തിൽ സ്റ്റാലിൻ്റെ ചിഹ്നം വിളി എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ. അത് ഇങ്ങനെയാണ്: ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ. ആ ബജറ്റിൻ്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നം, നമുക്കറിയാം രൂപയുടെ ചിഹ്നം, ആ ചിഹ്നം മാറുന്നു. പകരം അവിടെ തമിഴിൽ രൂപ എന്ന് എഴുതുക, ആ തമിഴ് ഭാഷയാണ് രൂപ. ചിഹ്നം മാറി തമിഴിൽ രൂ എന്നാണ് എഴുതുന്നത്. ആ രൂപത്തിലേക്ക് സ്റ്റാലിൻ്റെ ഒരു ചിഹ്നം വിളി എന്നാണ് മാതൃഭൂമി അതിനെ കൊടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം മനോരമ ആ വാർത്ത 7-ാം പേജിലേക്ക് മാറ്റുന്നു. കാരണം പ്രതിപക്ഷത്തെ എല്ലാ പത്രങ്ങളും അത് വലിയ വാർത്തയായി കൊടുക്കുമ്പോൾ മനോരമ അത് ഏറ്റവും പുറകിലത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു 7-ാം പേജിൽ ഒരു സിംഗിൾ കോളം വാർത്തയായിട്ടാണ് കൊടുത്തിരുന്നത്. മാധ്യമവും ഈ വാർത്ത നന്നായി തന്നെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളെല്ലാവരും നന്നായി, പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പത്രങ്ങളും അല്ലെങ്കിൽ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉയർത്തുന്ന പത്രങ്ങളൊക്കെ അത് 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കാണാനായിട്ട്. മറ്റൊന്നിനി മനോരമയുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയാൽ, സ്ട്രാറ്റജിയിലേക്കല്ല, ആ വാർത്തയിൽ കുറച്ചധികം വാർത്തകൾ. ഇന്നലെ മനോരമയ്ക്ക് നഷ്ടമായൊരു വാർത്ത ഇന്ന് മറ്റ് മലയാള പത്രങ്ങൾക്ക് നഷ്ടമായൊരു വാർത്തയുണ്ട്. ആ വാർത്തയെ മനോരമ 1-ാം പേജിലല്ല 7-ാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാർത്ത പത്രവിതരണവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി, അതായത് ഇന്നലെ മാതൃഭൂമി ഈ വാർത്ത 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് ഈ വാർത്ത ഇന്നലെ നഷ്ടമായിരുന്നു. നമുക്കറിയാവുന്നതാണ് പേപ്പർ റപ്പായി എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നിരന്തരം പലപ്പോഴായി ഈ സോഫ്റ്റ് സ്റ്റോറികളൊക്കെ ആയിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയായി വന്നിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ആ വാർത്തയുടെയും ആ വ്യക്തിയുടെയും പ്രാധാന്യം ഇങ്ങനെയാണ്. പത്രവിതരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ദിവസം അസാധാരണമാകുന്നത് പത്രം മുടങ്ങുമ്പോഴാണ്. ഇതൊരു നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അതായത് ഓസ്ട്രേലിയയിൽ മികച്ച നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഓസ്ട്രേലിയയിൽ മികച്ച ലഘുചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ദ മാൻ ഹൂ ഹേൾസ് ദ ന്യൂസിൻ്റെ, അതായത് ഇതൊരു ഡോക്യുമെൻ്ററി, ഇദ്ദേഹത്തെക്കുറിച്ച് പേപ്പർ റപ്പായെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഓസ്ട്രേലിയയിൽ ഒരു ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിയായി പുരസ്കാരം നേടുന്നു. അത് പേപ്പർ റപ്പായെക്കുറിച്ചാണ്. അത് ദീർഘകാലമായി തൃശ്ശൂരിൽ പത്രസംസ്കാരം വേരൂൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പത്രങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന ആളാണ് പേപ്പർ റപ്പായി. അദ്ദേഹത്തിന് പേപ്പർ റപ്പായി എന്ന പേര് വന്നത് തന്നെ അതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് രവി മഹാദേവൻ എന്നൊരാൾ, ഈ പേപ്പർ റപ്പായുടെ ജീവിതചരിത്രമെല്ലാം അറിയാവുന്ന രവി മഹാദേവൻ എന്നൊരു വ്യക്തി ദീർഘകാലമായി ഫോട്ടോസ് അദ്ദേഹത്തെക്കുറിച്ച് എടുത്തിരുന്നു. കുറേയധികം കാലത്തെ ഫോട്ടോസ് എടുത്തിരുന്നു. ആ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ രവിയുടെ സഹോദരനും ഹിന്ദി മറാത്തി സിനിമാ സംവിധായകനുമൊക്കെയായ അനന്ത് നാരായണൻ അത് ഡോക്യുമെൻ്ററി ആക്കുന്നു. ആ ഡോക്യുമെൻ്ററിക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മറ്റ് പത്രങ്ങൾക്ക് ഈ വാർത്ത ഇന്നലെ നഷ്ടമായിരുന്നു. അത് മാതൃഭൂമി കൊടുത്തിരുന്നു. ഇന്ന് മനോരമ അത് കൈകാര്യം ചെയ്തത് ഇങ്ങനെയാണ്. അത് നന്നായി എന്ന് വേണം കാണാൻ. മറ്റൊന്ന് ആമിർ ഖാൻ, നമുക്കറിയാം ആമിർ ഖാൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ മൂന്നാം ജീവിത പങ്കാളിയെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തുന്നൊരു വാർത്ത കൂടി മനോരമ. അത് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം മറ്റ് പത്രങ്ങളെല്ലാം സീരിയസ് CPM സമ്മേളനം, ആറ്റുകാൽ പൊങ്കാല, അതെല്ലാം കഴിഞ്ഞ് ആശാസമരം, ഇതെല്ലാം കഴിഞ്ഞ് മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ മനോരമ അവരുടെ 7-ാം പേജിനെ സമ്പന്നമാക്കുന്നത് ഇത്തരം ചില വാർത്തകൾ കൂടി കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. മറ്റു പത്രങ്ങളെല്ലാം വളരെ ഹാർഡായിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്പെഷ്യൽ സ്റ്റോറികൾ സാധാരണഗതിയിൽ കൊണ്ടുവരുന്ന ഇത്തരം ഓഫ് ദിവസങ്ങളിലാണ്. ആ ഓഫ് ദിവസങ്ങൾ കൊണ്ടുവന്ന സ്പെഷ്യൽ സ്റ്റോറികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഈ ഹോളി ആഘോഷങ്ങൾ, എനിക്ക് തോന്നുന്നു സേതുലക്ഷ്മി രാവിലെ
ഹോളി ആഘോഷങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. ആ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് മാതൃഭൂമി അവരുടെ പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇന്ന് ഹോളിയാണ്. ഉത്തരേന്ത്യയിൽ ജാഗ്രത, അതായത് ഹോളിക്ക് എന്താണ് ഇത്ര ജാഗ്രത എന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യയിലെ വലിയ ആഘോഷങ്ങളുള്ള ഒരുപക്ഷെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഏതാണ്ട് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ വരെ ക്യാമ്പസുകളിലൊക്കെ ഹോളി ആഘോഷം ഉള്ളതാണ്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ആഘോഷമാണ്. അത് കേരളത്തിൽ നിന്ന് വിട്ടാൽ കർണാടകയിലും അതിന് മുകളിലേക്ക് തെലങ്കാനയിലും ആന്ധ്രയിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങൾ വലിയ ആഘോഷമാകുമ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ആഘോഷമാണ്, നമ്മൾക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ എന്തിനാണ് ഈ ജാഗ്രത എന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്ത കാണുമ്പോൾ വ്യക്തിപരമായിട്ടും ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിലൊക്കെ തോന്നുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ ഈ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സമുദായങ്ങൾക്കിടയിൽ, മുസ്ലിം ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ സംഘർഷ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യതയാണ് ഈ ജാഗ്രതയായി വാർത്തയായി വരുന്നത് എന്നുള്ളൊരു വിഷമം കൂടിയാണ്. കാരണം ഇതൊരു വലിയ ആഘോഷമായി മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ ആഘോഷിക്കുന്ന നാടാണ്. ഇവിടെ വലിയ സാമുദായിക സൗഹാർദ്ദങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ എന്താണ് ഇങ്ങനെ ഒരു ജാഗ്രത ഇത്തരം വലിയ ആഘോഷങ്ങൾക്ക് എന്നുള്ളതാണ് ആ വാർത്തയോട് ചോദിക്കാനുള്ള ചോദ്യമെന്ന് നാം മനസ്സിലാക്കുന്നത്. മറ്റ് ദേശീയ പത്രങ്ങളൊക്കെ ഈ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം പള്ളികളൊക്കെ മറച്ചു കെട്ടിക്കൊണ്ടാണ് ഹോളി ആഘോഷിക്കുന്നത് എന്നുള്ള വാർത്ത. ഒരുപക്ഷെ ഞാൻ മനഃപൂർവ്വം ഇന്നലെ ആ വാർത്ത പറയാതിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് അതിൽ കാണാൻ കഴിയുന്നൊരു വാർത്ത. മറ്റൊന്ന്, ഈ സ്പെഷ്യൽ സ്റ്റോറികളിലേക്ക് അല്ലെങ്കിൽ പത്രങ്ങൾ സ്ഥിരം വാർത്തകളിലേക്ക് പോകുമ്പോൾ കേരള കൗമുദി ഒന്നാം പേജിൽ അവരുടെ സ്പെഷ്യൽ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ലഹരി എന്നുള്ളത്, രാസലഹരിയുടെ ഉപയോഗവും രാസലഹരി നമ്മുടെ ചെറുപ്പക്കാരെ, സമൂഹത്തെ കാർന്നു തിന്നുന്നത് എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ മരണവുമായി ബന്ധപ്പെട്ടും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു പോകാൻ നിർവാഹമില്ല. ഈ വാർത്ത, ലഹരിയെ പൂട്ടാൻ ക്യാമ്പസിൽ AI, രാജ്യത്ത് ആദ്യമാണ്. നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയാണ് അതിന് തുടക്കം കുറിക്കുന്നത്. വളരെ വിശദമായിട്ടുണ്ട് ആ വാർത്ത. ലാബ് പരിശോധനയിലൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് AI തന്നെ വന്നാൽ നല്ലതാകും എന്നുള്ളതാണ് ഈ കേരള കൗമുദിയുടെ ഒന്നാം പേജിലെ വാർത്തയെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപക്ഷെ മറ്റ് പത്രങ്ങളിലില്ലാത്ത വളരെ വ്യത്യസ്തമായൊരു വാർത്തയാണ്. മറ്റൊന്ന്, കേരളത്തിൽ ചൂട് കൂടി വരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതുമാത്രമല്ല, അൾട്രാ വയലറ്റ് രശ്മികളുടെ റേഡിയേഷൻ, UV റേഡിയേഷനൊക്കെ വളരെ വലുതായി വരുന്നു. ഇന്നലെ മലയാള പത്രങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ കുറച്ചും കൂടി വിശദമായി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. UV റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അത് ഒന്നാം പേജിൽ റെഡ് അലർട്ട് ഇൻ പാലക്കാട്, മലപ്പുറം ആസ് UV റേഡിയേഷൻ ഷൂട്ട്സ് അപ്പ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് അത് വളരെ വിശദമായി തന്നെയാണ് ഈ സൂര്യാതപം കൂടി വരുന്നു. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു. ഇതിപ്പോൾ മാർച്ച് മാസത്തിൻ്റെ മധ്യമാണ്. ഇനി 2 മാസം കൂടി വേനൽ സഹിക്കേണ്ടതുണ്ട്. സോ UV റേഡിയേഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കേരളത്തിൽ എന്നത് വലിയൊരു ഇൻഫർമേഷനാണ്. മുന്നറിയിപ്പായിട്ട് തന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി കൊടുക്കുന്നു. കേരളത്തെ ആ രൂപത്തിൽ കൂടി കാണുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. സേതു, വാർത്തകളുടെ ഒരു വലിയ വിസ്ഫോടനം സംഭവിക്കുന്ന ദിവസങ്ങളിൽ പത്രങ്ങൾ ഇങ്ങനെയാണ് വാർത്തകളെ കാണുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനൊപ്പം തന്നെ ശ്രീജിത്ത്, ഉത്തരേന്ത്യയിലെ ഹോളി, ഉത്തരേന്ത്യയിലാണ് ജാഗ്രതാ നിർദ്ദേശം, നമുക്ക് ജാഗ്രതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ന്യൂസ് മലയാളം കേന്ദ്രീകരിച്ചൊരു ഹോളി അങ്ങ് ആഘോഷിച്ചാലോ? ഞാൻ തയ്യാറാണ്. ഓക്കെ.